നിയമത്തെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോ വി ശിവൻകുട്ടി അതിനിടയ്ക്ക് ഒരു ഇഫ്താർ വിരുന്നിലൊക്കെ പങ്കെടുത്ത വലിയൊരു വാർത്തയായിരുന്നു. അതും SDP അതിൽ പങ്കെടുത്തതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ SDP എന്നൊരു പാർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അവരുടെ ബാക്കിയെല്ലാം അവിടെ നിൽക്കട്ടെ, പക്ഷെ അഭിമന്യുവിനെ കൊന്ന ഒരു പാർട്ടിയും കൂടിയാണത് മഹാരാജാസ് കോളേജിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിമന്യുവിനെ കൊന്നൊരു പാർട്ടിയായിട്ട് വോട്ട് പിടിക്കേണ്ട, അല്ലെങ്കിൽ അവര് പിന്തുണ നൽകാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് സ്വീകരിക്കേണ്ട ഒരു ആവശ്യം CPM ഉണ്ടായിരുന്നോ? ഒരു ഇടതുപക്ഷ അനുഭാവി എന്ന നിലയിൽ ഞാൻ പറയട്ടെ, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളായിട്ടുള്ളവർക്ക് വരെ അത് മാനസികപരമായിട്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വോട്ട് പിടിച്ച് ജയിക്കേണ്ട ഒരു ദയനീയ അവസ്ഥ നമുക്ക് വന്നോ? ഇത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ വളരെയധികം ചർച്ചയായിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് പറയട്ടെ, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുള്ളൂ. ഈ ഒരു ഇഷ്യൂല് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വോട്ട് നേടിയത് VD സതീശന് തന്നെയാണ്. അദ്ദേഹം അത് വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറയുന്ന കാര്യം. അപ്പോ അതൊരു മാതൃകാപരമായിട്ടുള്ള ഒരു നയമല്ല. 2, 3, 4 വോട്ടിന് വേണ്ടിയിട്ട് അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വത്തിന് വില കുറച്ച് കാണുന്ന രീതിയിലേക്ക് അത് വളരെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് അത് പോയി. ഒരു ഇടതുപക്ഷ അനുഭാവി എന്ന നിലയിൽ എനിക്ക് വളരെ വേദനിപ്പിച്ചൊരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതും ഈ നിയമത്ത് VD സതീശ് ഈ നിയമത്ത് വി ശിവൻകുട്ടി ഒരു തോൽവിക്ക് ഒരു കാരണമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത് കാരണമായിട്ടുണ്ടാകും. കാരണം അത്രമേല് നമുക്ക് എല്ലാവർക്കും അറിയാം അഭിമന്യുവിന്റെ കാര്യം. ഞാൻ പെറ്റ മകനെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കരച്ചിൽ നമ്മൾ എന്നും എടുത്തു നോക്കിയാൽ കാണാവുന്നതാണ്. ആ കേസ് എങ്ങും എത്തി നിന്നിട്ടില്ല. ഇപ്പോ ഇത്രയും നാളും CPM-ന് SDP പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഇലക്ഷൻ SDP പിന്തുണ CPM-നായിരുന്നു. ഇതിനു മുന്നേ കോൺഗ്രസിനായിരുന്നു പിന്തുണ ഉണ്ടായിരുന്നു, SDP പിന്തുണ ഉണ്ടായിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ PDP എന്നൊരു പാർട്ടിയും CPM-ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ PDP എന്നൊക്കെ പറഞ്ഞ പാർട്ടി നമുക്കറിയാം, PDP-യുടെ പാർട്ടി എന്താന്ന് പോലും. അബ്ദുൽ നാസർ മദനി ആരാന്ന് നമുക്കറിയാം. അവരുടെയൊക്കെ ഒരു പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് CPM അത്രമാത്രം അങ്ങോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞ ശരി, അങ്ങോട്ട് പോയതല്ല, ഇങ്ങോട്ട് വരുമ്പോൾ വേണ്ട എന്ന് പറയാനുള്ള ഒരു ആർജവം ഉണ്ടായിരുന്നല്ലോ. ഇതെല്ലാം ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ലേ കൊടുത്തേക്കുന്ന CPM-ന്? തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് ഷെയ്ഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. പണ്ട് ശ്രീ PP തങ്കച്ചൻ പെരുമ്പാവൂർ മത്സരിച്ച സമയത്ത് വളരെ ഞാനൊക്കെ ചെറുതാണ്. അപ്പൊ അന്ന് അവിടെ പെരുമ്പാവൂര് PDP പിന്തുണയുള്ള സ്ഥാനാർത്ഥി, കയ്യൊപ്പുള്ള സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് PP തങ്കച്ചന്റെ ഫോട്ടോ വെക്കുകയും പിന്നീട് അദ്ദേഹം തോൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പെരുമ്പാവൂർ ടൗണിൽ വലിയൊരു ബാനർ തന്നെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോ അത്തരത്തില് ഈ ഒരു ആര് സപ്പോർട്ട് നൽകുന്നു, ആര് സപ്പോർട്ട് നൽകുന്നില്ല എന്നുള്ളതൊക്കെ ആളുകൾ വളരെ കൃത്യമായിട്ട് കീറി മുറിച്ച് പരിശോധിക്കും. അതൊക്കെ ആയിരുന്നാലും ആ ഒരു UDF തരംഗത്തിന്റെ ഇടയിൽ ഒരുപാട് സാഹചര്യങ്ങൾ ഇതിന്റെ അകത്ത് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ അഫക്റ്റ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയമത്തെ പ്രധാനപ്പെട്ട കാര്യം, രാജീവ് ചന്ദ്രശേഖരൻ ഒരു ചെറിയ പുള്ളിയല്ല. അപ്പൊ ഒരു കേന്ദ്രമന്ത്രി ആയിരുന്ന ഒരാള്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടിരുന്ന ഒരാള്, അപ്പൊ അദ്ദേഹം വന്നു കഴിയുമ്പോൾ ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റിയാണ് തിരുവനന്തപുരത്തുള്ളത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ആ വിദ്യാഭ്യാസത്തിനും ഒരു ഇന്റർനാഷണൽ പേഴ്സൺ എന്നുള്ള രീതിയിലേക്കും തിരുവനന്തപുരം പോലെ വികസനത്തെ ഉറ്റുനോക്കുന്ന ഒരു സമൂഹം, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർനാഷണൽ ഓറ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്തതായിരിക്കും. അതിലൊരു ആരാധക വൃന്ദമുണ്ട്. ഈവൻ ശശി തരൂർ അത് വലിയൊരു രീതിയിലുണ്ട്. കോൺഗ്രസിൽ നിന്നും തിരുവനന്തപുരത്ത് വലിയ കാര്യമായിട്ട് സപ്പോർട്ടൊന്നും ശശി തരൂരിനില്ലെങ്കിലും ശശി തരൂർ എന്ന വ്യക്തിക്ക് തിരുവനന്തപുരത്ത് ആരാധകരേറെയാണ്. അത് ഇടതുപക്ഷത്തിൽ നിന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് UPSC-ക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്തരത്തില് ശശി തരൂരിന്റെ ആരാധക വൃന്ദത്തെ കണ്ടിട്ടുണ്ട്. അത് ബാക്കി എല്ലാ സമയത്തും UDF-നെ സപ്പോർട്ട് ചെയ്യുന്നവരും ഈവൻ BJP-നെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടെങ്കിലും ശശി തരൂർ ഈസ് എ ശശി തരൂർ. അപ്പൊ അതേപോലെ BJP-യിൽ ഒരു ശശി തരൂർ വേർഷൻ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നിട്ടുള്ളത്, പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. വിദ്യാഭ്യാസമുള്ള, ലോകപരിചയമുള്ള ആളുകളെ തീർച്ചയായിട്ടും മലയാളികൾ ഉൾക്കൊള്ളുന്നു, അവർക്ക് വലിയ വലിയ സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണത്. ഇത് ഈ ഡീലിന്റെ കഥകളും നമ്മൾ ഒരുപാട് കേട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഡീല്, മഞ്ചേശ്വരത്ത് ഡീലുണ്ടെന്ന് പറഞ്ഞു. ഈ 140 മണ്ഡലങ്ങളുള്ളതിൽ 139 മണ്ഡലങ്ങളിലും PDP പിന്തുണ കൊടുത്തത് CPM-നാണ്, അല്ല CPM-നാണ്. അതിൽ ഒരു മണ്ഡലത്തിൽ മാത്രം മഞ്ചേശ്വരത്താണ് ആർക്ക് പിന്തുണ കൊടുത്തേ? കോൺഗ്രസിന് പിന്തുണ കൊടുത്തേ. ഈ 140 മണ്ഡലങ്ങളിൽ PDP പിന്തുണ കൊടുക്കാൻ കാരണം വർഗീയ ശക്തിക്കെതിരെ ഞങ്ങൾക്ക് എതിരിടാൻ അല്ലെങ്കിൽ കൂട്ടു നിൽക്കാൻ, വർഗീയ ശക്തിയെ എതിർക്കാനായിട്ട് CPM-ന് മാത്രമേ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 139 മണ്ഡലങ്ങളിൽ വർഗീയ ശക്തിക്ക് എതിരെ നിൽക്കാനായിട്ട് CPM-നും ഒരു മണ്ഡലത്തിൽ മാത്രം കോൺഗ്രസിനും എങ്ങനെയാ കഴിയുന്നത്? അല്ല, ഇത് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പൊളിറ്റിക്സ് ഇതാണ്. ഒരു വോട്ട് ബാങ്ക് ഒറ്റയടിക്ക്
സ്പ്ലിറ്റ് ആയി പോകാതെ കൃത്യമായിട്ട് ക്രോഡീകരിക്കുക എന്നുള്ളത് ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ ഒരു പൊളിറ്റിക്സ് ആണ്. അതിന് വലിയ ഡീലൊന്നും അല്ല വിളിക്കേണ്ടത്. തങ്ങൾക്ക് ജയിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതിരിക്കുന്നതും ജയിക്കാൻ സാധ്യതയുള്ള എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുത്തി അയാളെ വിജയിപ്പിക്കുന്നതും ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതൊരു ബേസിക് പൊളിറ്റിക്സ് മാത്രമാണ്. അതിന്റെ അകത്ത് വലിയ ചാണക്യതന്ത്രവും ഡീലും ഒന്നും ഇല്ല, വ്യക്തമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ CPM-കാര് പറയുന്നത് BJP-യും കോൺഗ്രസും തമ്മിൽ ഡീലാണ്. അതേപോലെ കോൺഗ്രസ് പറയുന്നത് CPM BJP തമ്മിൽ ഡീലാണെന്ന്. ശരിക്കും ഡീലിന്റെ ഒരു ഇങ്ങനെ ചാണക്യതന്ത്രമാണെങ്കിലും ഡീൽ എന്ന് പറഞ്ഞത് ഈ രാഷ്ട്രീയമായിട്ട് അതിനെ വളച്ചൊടിച്ച് ഡീൽ എന്ന് പറയുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. PDP എന്ന് പറഞ്ഞൊരു പാർട്ടി അത് വർഗീയതയ്ക്കെതിരെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ PDP എന്ന് പറഞ്ഞ പാർട്ടി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു പാർട്ടി തന്നെ വർഗീയതയാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അവർ അത്രയും നല്ല പ്രവർത്തനങ്ങളൊന്നുമല്ല. കളമശ്ശേരി ബസ് കത്തികൾ കേസിൽ ഉൾപ്പെടെ അബ്ദുൽ നാസർ മദറി പലയിടത്തിലും പ്രതിയാണ്. അങ്ങനെ ഒരു പാർട്ടിക്ക് വർഗീയത എന്ന് പറഞ്ഞാൽ അവകാശപ്പെടാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? ഇതിപ്പോ എല്ലാം ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കുകളാണ്. അപ്പോ നമ്മുടെ സമൂഹത്തില് പല പല സംഘടനകളുടെയും ഉദ്ദേശം പലതാണ്. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഇവിടെ കൃത്യമായിട്ടുള്ള ഗവൺമെന്റൽ ചട്ടക്കൂടുകളുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോ അവര് പ്രവർത്തിക്കുന്നു, അവര് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവരുടെ പ്രവർത്തകരായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നു. ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇത്തരത്തില് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാളെ ബലമായിട്ട് അയാളുടെ ഭൗതിക ജീവിത സാഹചര്യത്തിന് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ചിന്തയ്ക്ക്, ജീവിതത്തിന്, ഭക്ഷണത്തിന് ഇതിനൊക്കെ ഒരു തടസ്സം നേടുന്ന രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി മാറുവാണ്. അത് ഒരു തരത്തിൽ മാത്രമല്ല, ഏത് തരത്തിലേക്ക് മാറുവാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്കാര് അല്ലെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ നല്ലത് വരാമുള്ളൂ എന്ന് ചിന്തിക്കുന്ന എല്ലാവരും വർഗീയവാദികളാണ്. അത് ഞാൻ പറയുന്നു. ഇത് കേരള കോൺഗ്രസിൽ കൃത്യമായിട്ട് ഇപ്പോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ബിഷപ്പുകളുടെ അപ്രമാദിത്യം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സേ അങ്ങനെയാണ്. ഇവിടെ പണ്ടൊരു കോളേജിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത സമയത്ത് KCM-ന്റെ വിദ്യാർത്ഥി നേതാക്കള് വിദ്യാർത്ഥികളെ കാണാൻ വേണ്ടിയിട്ടല്ല പോയത്, ബിഷപ്പിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അത്രമാത്രം ഇപ്പോ RSS BJP ഹിന്ദുത്വ പ്രൊപ്പഗേഷൻ ഉണ്ട്. അപ്പോ ഇവിടെ മതം രാഷ്ട്രീയ ലീഗിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് പരസ്യമായിട്ട് പറയുകയും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ലീഗ് തന്നെയാണ്. കാരണം ലീഗിനെ ആ രീതിയിലേക്ക് ഞാൻ കൃത്യമായിട്ട് വിലയിരുത്തി കഴിഞ്ഞപ്പോൾ 51 വീട് ലീഗ് പറഞ്ഞു വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു, വെച്ചു കൊടുത്തു. പല കാര്യത്തിലും എനിക്ക് ലീഗിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അബ്ദുറബിന്റെ കാലത്ത് 10ാം ക്ലാസ് പഠിച്ച് പാസ്സായത് കൊണ്ടാണ്. അപ്പോ അന്ന് വിദ്യാഭ്യാസ രീതിയിലും പല ഇപ്പോ പേര് ശരിക്കും എഴുതാൻ പറ്റാത്ത അറിയാത്ത കുട്ടികൾ വരെ ഓൾ പാസ് ആയി പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മണ്ടത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ ആ രീതിയിലേക്ക് ഒരു ഗ്രേ ഷെയ്ഡില് അവർ നിന്നിട്ടുണ്ടെങ്കിലും അവരിപ്പോ ഈ ഒരു കറന്റ് പൊസിഷനിൽ വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് മാറി. 51 വീട് വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. ഓക്കെ, വീട് വെച്ചു കൊടുത്തു. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട 51 വീട്. കാരണം ഇപ്പോഴത്തെ 178 വീടുകൾ ഇപ്പോഴും നോക്കി ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 51 വീടുകൾ വെച്ചു കൊടുത്തു, ഫർണിച്ചർ ഉൾപ്പെടെ കൊടുത്തു. ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ അവര് പറഞ്ഞ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്, ഇനി 51 വീട് വെച്ചു കൊടുത്തു, ഇനി അതും ഇതും പറഞ്ഞുകൊണ്ടേക്ക് നമ്മൾ വീട് വെച്ചു കൊടുത്തതാണ് എന്നൊരു അധികാരം സ്ഥാപിക്കുന്ന രീതിയിലേക്ക് അവിടെ ചെല്ലേണ്ട കാര്യമില്ല. ഇത് ആർക്ക് പറയാൻ പറ്റും? ആ ഒരു കണ്ടീഷനാണ്. ആ ഒരു കണ്ടീഷനൊക്കെ ഓക്കെ, പെർഫെക്റ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ ഞങ്ങൾ വെച്ചു കൊടുത്താണെന്നുള്ള മൈൻഡിൽ നിങ്ങൾ അങ്ങോട്ട് വലതുകാല് വെച്ച് കയറരുത് എന്നൊരു പാർട്ടി അല്ലെങ്കിൽ മനസ്സൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇതെല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇന്നലെ നമ്മൾ കണ്ടൊരു മറ്റൊരു കാര്യമുണ്ട്. അതായത് ഒരു ആടിന്റെ തല അറുത്തിട്ട് മുസ്ലിം ലീഗ് വഴി നീളെ അതായത് ഇങ്ങനെ നടക്കുന്ന ഒരു സംഭവം. എന്തിനായിരുന്നു? ഒരു വിജയം ആഘോഷിക്കാൻ അതേ ഉള്ളൂ മാർഗം. തീർച്ചയായിട്ടും അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഈവൻ ലീഗിൽ നിന്നും മുസ്ലിം മത മേലധ്യക്ഷന്മാര് തന്നെ അതിന് ശക്തമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, അത് കേരളത്തിൽ മാത്രമേ അങ്ങനെ വിമർശിക്കാനും പറ്റുള്ളൂ. അപ്പോ അങ്ങനെ അവരത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതൊരു മാന്യമായിട്ടുള്ള ജനാധിപത്യ രീതിയിലുള്ള ഒരു ആഘോഷ പ്രകടനമല്ല, തീർച്ചയായിട്ടും അത് തിരുത്തേണ്ടതാണ് എന്ന് അവർ വളരെ മാന്യമായിട്ട് തന്നെ പറഞ്ഞു. അപ്പോ പ്രവർത്തകരുടെ ആവേശം കൊണ്ട് ഇവരിങ്ങനെ അന്ധതയിൽ ഓരോ കാര്യങ്ങൾ മണ്ടത്തരങ്ങൾ ചെയ്തു വെക്കുമ്പോഴും അവരെ തിരുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം നേതാക്കൾക്കുണ്ട്. നേതാക്കള് ചൊവ്വായ രീതിയിലല്ല നടക്കുന്നതെങ്കിൽ അവർ തിരുത്തേണ്ട ഉത്തരവാദിത്വം അണികൾക്കും ഉണ്ട്. എങ്കിൽ മാത്രമാണ് തെറ്റ് ചെയ്തത് ആരാണ് എങ്കിലും അത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ആർജവും ചങ്കൂറ്റവും ഉള്ള ജനങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും. അപ്പോ ഇത്തരത്തില് ഈ വർഗീയ ചായ്വുള്ള സംഘടനകളെ
നമ്മളെല്ലാവരും തന്നെ തൂത്തെറിയണം. അവരെ ആ ഒരു അതിനു വേണ്ടിയിട്ട് ഓക്കെ അവരെ കൂട്ടുപിടിക്കുന്നത് പോലും ഒരു വർഗീയതയ്ക്ക് വളം വെച്ച് കൊടുക്കുന്നതാണെന്ന് ഞാൻ പറയൂ. ഇപ്പോ VD സതീശന് ഈ ഒരു സ്റ്റാർ വാല്യൂ ഈ ഇലക്ഷൻ ഇത്രമാത്രം കൂട്ടുന്നുണ്ട് എങ്കിൽ എനിക്ക് വോട്ട് വേണ്ട, എനിക്ക് വോട്ട് കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ വോട്ട് വർഗീയ ശക്തികളുടെ വോട്ട് കിട്ടിയില്ലെങ്കിലും ജയിക്കും എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് തോന്നി. അതുകൊണ്ട് പക്ഷെ അതിനൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് പുള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനാണ്. അത് നമുക്ക് അത് ജമാഅത്തെ ഇസ്ലാമി എന്നൊരു പാർട്ടിയല്ല, പക്ഷെ ഒരു സംഘടനയാണ്. അത് നമുക്കറിയാം. ആ സംഘടനയാണ് 2047 നമ്മളെല്ലാരും അറിയാം ശ്രീരാഷ്ട്രമാക്കാനായിട്ട് കഠോരം പ്രയത്നിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയുന്നുണ്ട്. ഇപ്പോഴും അറിയില്ല പ്രൊപ്പഗണ്ട അതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പൊ സൈലന്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ എന്താണെങ്കിലും അത്രയും പറഞ്ഞൊരു പാർട്ടിയുടെ വോട്ട്, ആ വോട്ട് ബാങ്ക് ഇപ്പോഴും സതീശന്റെ അടുത്ത് തന്നെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കയ്യിൽ ഭദ്രമാണ്. അപ്പോൾ ഈ വർഗീയ ശക്തിക്കെതിരെ ഒരു വോട്ടും വേണ്ട എന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് തന്റെ പോക്കറ്റിൽ വെച്ചിട്ടാണ് പറയുന്നത്. അത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇത് വളരെ പെർപ്ലക്സിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. ഇതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുക്കേണ്ടത് VD തന്നെയാണ്. അതെ. അപ്പോ ഇത് ഒരേ സമയം തന്നെ അദ്ദേഹത്തിനെതിരെ വരുന്ന സംഘപരിവാർ അനുകൂലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോപണങ്ങൾ വരുന്നു. എന്തിനാണ് ഈ മംഗലാപുരത്തിന് കഴിഞ്ഞ ദിവസം പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോപണങ്ങൾ വരുന്നു. ഇത് എന്ത് കാര്യത്തിനും ആരോപണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് 1000 കോടി രൂപ 2000 കോടി രൂപയാട്ടെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ആംബുലൻസിൽ ഇവിടെ കൊണ്ടുവന്നു, തൃശ്ശൂർ എന്തോ കൊണ്ടുവന്ന ശേഷം VD സതീശൻ അത് പോയിട്ട് എണ്ണിയിട്ട് അത് തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ വിട്ടു എന്ന് പറയുന്ന അണ്ട് DYFI ഒക്കെ ഭയങ്കര വലിയൊരു സമരമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ആരോപണം പിന്നെ അവിടെ പോയി. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുമ്മിയ തെറിച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ ഇപ്പൊ വരുന്നത് കൊണ്ട് നമുക്ക് ശരിക്കുമുള്ള ഒരു റിയാലിറ്റി മനസ്സിലാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ എനിക്ക് എതിരെ വന്ന ആരോപണം എനിക്ക് 15 കോടി രൂപ കിട്ടിയെന്ന. ഞാൻ ഇപ്പോൾ EMI അടയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഇട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ശരാശരി മലയാളി യുവാവാണ്. അപ്പോൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും VD സതീശൻ അദ്ദേഹത്തിന് ബാക്കി ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായ സ്ഥിതിക്ക് ഇതിനൊക്കെ ഉള്ള വ്യക്തമായിട്ട് ഉത്തരങ്ങൾ പറയട്ടെ, എന്നിട്ട് നമുക്ക് അതിന് കമന്റ് ചെയ്യാം. ഉത്തരം പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ഇലക്ഷനില് SDP പിന്തുണ അവർക്കാന്ന് പറയുമ്പോഴത്തേക്കും, അതായത് CPM പറയുമ്പോൾ ഞങ്ങൾ വർഗീയ ശക്തികളുടെ തോളത്ത് കൈയിട്ടിട്ടില്ല എന്ന് സതീശന് ഉറപ്പിച്ച് സതീശൻ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ബാങ്ക് അദ്ദേഹത്തിന്റെ പോക്കറ്റിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ ശക്തികളുടെ ഒരു തോളിലും കൈയിട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോട് കടക്ക് പുറത്തുനിന്ന് പറയേണ്ടി വരും. അത് പറയാൻ എന്ന് തയ്യാറാവുന്നോ അന്നാണ് ഒരു വർഗീയ ശക്തികളുടെയും തോളത്ത് ഞങ്ങൾ കൈയിട്ടിട്ടില്ല, ആ കറയിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയാൻ പറ്റും. ഇപ്പോ നമ്മളൊരു ഇലക്ഷന് മത്സരിക്കുന്ന ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നും എനിക്ക് ആരൊക്കെ സപ്പോർട്ട് നൽകുന്നു, എനിക്ക് ആരൊക്കെ സപ്പോർട്ട് വേണ്ട എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. നാളെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്റെ അധികാര പരിധിക്കുള്ളിൽ നിൽക്കുന്ന നിങ്ങളെ ഞാൻ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ നിങ്ങളുടെ വോട്ടും നിങ്ങളുടെ കൂടുതൽ ആനുകൂല്യങ്ങളും എനിക്ക് നിങ്ങൾ തന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വിധേയപ്പെടേണ്ടതായിട്ട് വരും. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, അവർക്ക് നിയമം വിട്ട കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് വലിയൊരു കണ്ടീഷനിങ്ങിന്റെ അണ്ടറിലേക്ക് വരും, കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത കൂടി വരും. അപ്പോൾ എനിക്കത് വേണ്ട എന്ന് ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം ജനകീയ സ്വീകാര്യനായിരിക്കണം, അത്രമാത്രം ഉറപ്പും വരുത്തണം. അപ്പോൾ ടെൻഷനുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർ പല നമ്പറും ഇറക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോ അത്തരത്തില് ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഇല്ലാന്നൊന്നും പറയുന്നൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. പക്ഷെ ഇപ്പോ വിധേയത്വം അത് തന്നെ നമുക്ക് പറയാം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പോ ഞാൻ മത്സരിക്കുകയാണ്, അപ്പൊ എനിക്ക് വർഗീയ ശക്തികളുടെ പിന്തുണയുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് പിന്തുണ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നാളെ ഒരിക്കൽ എനിക്കൊരു തീരുമാനം പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു തീരുമാനം ഈ വർഗീയ ശക്തികളെ എതിർത്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരും, അപ്പൊ ഒരു വിധേയത്വം വരും. ഇപ്പൊ നമ്മള് കാണാൻ പോകുന്ന ഒരു രംഗം എന്ന് വേണമെങ്കിൽ പറയാം, മുസ്ലിം ലീഗ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് കോൺഗ്രസിന്റെ കൂടെ തന്നെ ഉള്ളതാണ് മുസ്ലിം ലീഗ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗ് തന്നെ പറയുന്നുണ്ട്, അതായത് എല്ലാം കോൺഗ്രസ്സുകാര് ഞങ്ങളെ കൂടെ പരിഗണിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പില്, അതായത് ഒരു ചർച്ചയ്ക്ക് ഞങ്ങളുടെ സാന്നിധ്യം കൂടി ഉറപ്പുവരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ, അതായത് ഇത്രയും വർഗീയ SDP ഒക്കെ പിന്തുണ CPM വാങ്ങിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇത്രയും ആളുകള് ഇവരെ തന്നെ ജയിപ്പിച്ചത്. അത് നിസ്സാര ഭൂരിപക്ഷത്തിനൊന്നുമല്ല, നല്ല തൂത്ത് വാരിയിട്ടുണ്ട് ശരിക്കും. അങ്ങനെ തൂത്തുവാരി അധികാരത്തിൽ കയറുമ്പോൾ ഒരു സംഘടന ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ, അതും കൂട്ടുകക്ഷിയാകാം ഘടകകക്ഷിയാകാം എന്തുവാകട്ടെ,
അതൊരു വിധേയത്വമായിട്ട് മാറത്തില്ലേ? ഉറപ്പായിട്ടും ഒരു UDF എന്ന് പറയുന്ന അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന ഒരു മുന്നണിയില് ഒരു ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ ഒരു ചെയ്യുന്നുണ്ട്. ഇപ്പോ എത്രയൊക്കെ പറഞ്ഞാലും അവരുടെ കടുത്ത സപ്പോർട്ട് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പല സ്ഥലത്തും അത് എവിഡന്റ് ആണ്. ഇപ്പൊ ജോയിനെയൊക്കെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടെ കൊടുത്തത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആവേശത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉത്സാഹത്തിലൊക്കെ പ്രചരണം നടത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പൊ അത്തരത്തിലൊരു എനിക്ക് തോന്നുന്നില്ല വേറൊരു മുന്നണിയിലെ ഒരു പാർട്ടിയും ഇത്രമാത്രം വലിയൊരു പങ്കാളിത്തം കൊടുക്കുമെന്ന്. ലീഗ് അത്രമാത്രമായിട്ടുള്ള കലവറയില്ലാത്തൊരു പിന്തുണ UDF കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ശക്തരായിട്ടുള്ള മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയാണല്ലോ ലീഗ്. അപ്പൊ അവർക്ക് അവിടെ ശക്തമായിട്ടുള്ള ഒരു സേ ഉണ്ട്. അത് വെച്ചിട്ട് ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത്, ആര് മുഖ്യമന്ത്രി ആകരുത്, ആരൊക്കെ ഏതൊക്കെ മുഖ്യമായിട്ടുള്ള വകുപ്പ് ഭരിക്കണമെന്ന് പോലും തീരുമാനിക്കാനുള്ള അവകാശം അവിടെ ഉണ്ട്. അതവരുടെ രാഷ്ട്രീയ അവകാശമാണ്. അതൊരു പൊളിറ്റിക്കൽ പ്രഷറിങ് തന്നെയാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈവൻ ഒരു MLA ഉള്ള പാർട്ടി വരെ എനിക്ക് 2 MLA സീറ്റ് വേണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന വകുപ്പ് വേണം എന്ന് പറയുന്നൊരു നാടാണിത്. അപ്പോ അവിടെ അങ്ങനെ ഒരു അത് അവരുടെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ നയമാണ്. അവർ ആർഗ്യുമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കാര്യമുള്ളൂ. എപ്പോഴും ചോദിക്കുന്നതിൽ കുറവല്ലേ കിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് തന്ത്രപ്രധാനമായ പല വകുപ്പുകളും, അതായത് വിദ്യാഭ്യാസം, വ്യവസായം, ഇതെല്ലാം പൊതുമരാമത്ത് ഇതെല്ലാം നമ്മള് 2011 UDF അധികാരത്തിൽ കയറിയപ്പോ കണ്ടു. ഇതെല്ലാം കൈകാര്യം ചെയ്തത് ലീഗാണ്. ലീഗിന് അവിടെ കഴിവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് UDF തീരുമാനിക്കേണ്ടതല്ലേ. പക്ഷെ അബ്ദുറബ്ബ് നമുക്ക് കഴിവുള്ള ആളായിരുന്നു. ഒരു എക്സാം നടത്തി എല്ലാവരും ജയിപ്പിച്ചു എന്നുള്ളതല്ല. ഒരുപാട് വിവാദങ്ങൾ അതിന്റെ ഇടയിൽ പല സമയത്ത് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പാഠപുസ്തകങ്ങള് ഒരു വലിയൊരു വിവാദമായിരുന്നു. അതിനു മുമ്പ് ഞാനൊക്കെ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പഠിപ്പിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ചാപ്റ്റർ പഠിപ്പിക്കാതെ തന്നെ വിട്ടുകളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞോട്ടെ, ഈവൻ LDF ഭരിക്കുമായിരുന്നു എന്ന സമയമായിരുന്നെങ്കിൽ അത് പഠിപ്പിക്കുമായിരുന്നു എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ ഒരു വിവാദം പോലും ഉണ്ടാവില്ലായിരുന്നു. അത്രമാത്രം ശക്തമായിട്ട് ഇത്തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ വിഷയങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ എടുക്കാനായിട്ട് എപ്പോഴും ഇടതുപക്ഷത്തിന് പറ്റിയിട്ടുണ്ട്. ആ ഒരു അത്തരത്തിലൊരു ആർജവം കാണിച്ച ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സഖാവ് മാത്രമാണ്. ശരിയാണ്. കാരണം അബ്ദുറബിന്റെ സമയത്ത് തന്നെയാണ് മറ്റേ മതമില്ലാത്ത ജീവൻ വന്നത്. അച്ഛൻ വേറെ മതം, അമ്മ വേറെ മതം. കുട്ടീനെ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ നോക്കുമ്പോൾ ഏത് മതം എന്ന് ചോദിച്ചപ്പോ അത് അവൻ ഇഷ്ടമുള്ള മതം സ്വീകരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. കാലത്തിന് മുമ്പേ വന്നൊരു അപ്ഡേഷൻ. പക്ഷെ അതിനെ മലയാളി സമൂഹം അന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. ആ ഭയത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ സർക്കാർ ഇഷ്ടപ്പെട്ടത്. അല്ല, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ മതനിരപേക്ഷമായിട്ടുള്ള ഭരണഘടന ഉറപ്പു നൽകുന്നത് ആർക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം എന്നുള്ള ഒരു വളരെ നിർമ്മലമായിട്ടുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയൊരു മൂല്യത്തെ അത് ആ രീതിയിലേക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അന്നത്തെ സമൂഹത്തിന് പറ്റിയില്ല. പിന്നെ അന്നത്തെ ഒരു ചിന്താഗതി അല്ല മലയാളികളുടെ ഇന്നത്തെ ചിന്താഗതി. ഇന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ശബ്ദിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ വഴി കൃത്യമായിട്ട് അതിനെപ്പറ്റി ചോദ്യങ്ങൾ വരികയും അത് ഇന്ന് നമ്മൾ കുറച്ചുകൂടി ഒരു പ്രോഗ്രസീവായി അത് പോസിറ്റീവായിട്ട് തന്നെ അന്ന് എടുക്കുള്ളൂ. അപ്പോ കാലത്തിനൊപ്പം വിദ്യാഭ്യാസ രീതികളും ഇനി അവർക്കും ഇത്തരത്തിലുള്ള സമീപനങ്ങളൊന്നും ഇറക്കാൻ പറ്റില്ല. അപ്പൊ അത് വലിയൊരു പ്രഷർ തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം. എന്തായാലും വലിയൊരു പ്രഷറാണ് ഈ മുഖ്യമന്ത്രി ആകാൻ പോകുന്നവരുടെ ഇടയിലും ഈ കേരള മറ്റ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഇടയിൽ അത് തന്നെ വളരെ വലിയൊരു പ്രഷർ ഉണ്ടല്ലോ. ഇതിനെങ്ങനെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം, ഇതിനെങ്ങനെ നടത്തിയെടുക്കണം. ഇപ്പൊ ഒരു പകുതിയിൽ വെച്ച് നിർത്തിയിരിക്കുന്ന LDFന്റെ പല പ്രോജക്റ്റുകളും ഉണ്ട്. അത് ഇനിയിപ്പോ ഒരു പുതിയൊരു കൈക്കാരൻ വന്നു കഴിയുമ്പോൾ അത് ഏറ്റെടുക്കുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അതിലെങ്ങനെ ഫണ്ട് കൊണ്ടുവരണം, ഇതിൽ എന്തൊക്കെയാണ് ലൂപ്പ് ഹോൾസ് ഉള്ളത്, ഇപ്പൊ പണി വ്യക്തമായിട്ട് വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത്, മോശമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതുണ്ട്. ഒരുപാട് കോൺട്രാക്ടേഴ്സിന്റെ പൈസ പെൻഡിങ് ആയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ കൊടുക്കും, ഇതിനൊക്കെ എന്തെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്യും. എന്തായാലും ഒരു 6 മാസം എടുക്കും ഈ ഒരു സിസ്റ്റം ഒന്ന് ഓടിത്തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെന്തായാലും തുടച്ച് വൃത്തിയാക്കി പൊടി തട്ടി എണ്ണയിട്ട് ഓയിലിട്ട് സെറ്റാക്കി വെച്ച് അതൊരു കിക്ക് സ്റ്റാർട്ട് അടിച്ച് ഓണാക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ ഒരു നെറ്റ് റിസൾട്ട്. നമുക്ക് ഒരു 6 മാസത്തിനുള്ളിൽ അറിയാൻ പറ്റും. അപ്പൊ അപ്പോഴത്തേക്ക് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും എല്ലാവരും ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ്. ഒരു മാറ്റം വരട്ടെ. അപ്പോ ഈ 5 കൊല്ലം കഴിയുമ്പോൾ LDFന് തിരിച്ചു വരാനുള്ള അവസരം കൊടുക്കേണ്ടത് UDF ആണ്. ആ തീരുമാനം എടുക്കേണ്ടത് UDF ആണ്. കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്
അവരുടെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അടുത്ത തവണ വൃത്തിയായിട്ട് ഭരിക്കുകയാണെങ്കിൽ 102 എന്നുള്ളത് അതിനേക്കാൾ കൂട്ടാം. അല്ലെങ്കിൽ ജനങ്ങൾ കുറയുകയും ചെയ്യും. ജനങ്ങൾ ഇപ്പോ പുറത്താക്കിയ പോലെ ഇതൊരു പാഠമാണ്. പൊതുജനം കഴുതിയല്ല എന്നുള്ളൊരു പാഠം. അതെ അതെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പരാജയപ്പെട്ടു പോയിട്ടുള്ളൂ. ഇവിടെ വ്യക്തമായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്ന, മാറ്റങ്ങളെ പറ്റി സംസാരിക്കുന്ന, ജാതി മത വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തുന്ന ഒരു സമൂഹം ഇപ്പോഴും ഇവിടെ ഉണ്ട്. അവരും കൂടി വോട്ട് ചെയ്തിട്ടാണ് UDF ഇവിടെ ജയിച്ചിട്ടുള്ളത്. അല്ലാതെ എല്ലാ ഐക്യജനാധിപത്യ മുന്നണിയുടെ അനുഭാവികളുടെ വോട്ട് മാത്രം കിട്ടിയിട്ടല്ല ജയിച്ചത്. പലരും അങ്ങനെ ചിന്തിക്കാതെ ഇവരുടെ ഭരണത്തിൽ മതിയായവരെല്ലാവരും അത്തരത്തിലാണ്, അത് റിയാലിറ്റിയാണ്. അപ്പോ ആ ഒരു മനുഷ്യർ ഇപ്പോഴും ഇവിടെ ഉണ്ട്, എന്തിനേം ചോദ്യം ചെയ്യുന്ന മനുഷ്യർ ഇവിടെ ഉണ്ട്. അപ്പൊ അവരെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് ഇനി വലിയൊരു കോമ്പറ്റീഷൻ ആണ്. കാരണം അവരെന്ന് പറയുമ്പോഴത്തേക്കും അവർ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും, അവർക്ക് ഉത്തരം കിട്ടുന്ന വരെ. ഒരു ഐക്യജനാധിപത്യ മുന്നണിയുടെ അനുഭാവിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയൊക്കെ ക്യാപ്സ്യൂളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കേട്ട് വിഴുങ്ങിക്കോളും. പിന്നെ ഭരണം കൂടി ഉണ്ടല്ലോ, ആനുകൂല്യങ്ങൾ കൂടി കിട്ടിക്കോളും. പക്ഷേ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന, കൃത്യമായിട്ട് കീറി മുറിച്ച് പഠിക്കുന്ന ഇടതുപക്ഷ സമൂഹം ഇവിടെ ഉണ്ട്. അവര് ശക്തി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വലിയ വലിയ അഴിമതികൾ നടത്താതെ, വലിയ മണ്ടത്തരങ്ങൾ നടത്താതെ ഈ സർക്കാരിന് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ തോറ്റുപോയില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ശബ്ദമടക്കി ഇരിക്കുകയല്ല വേണ്ടത്. ഇപ്പോഴാണ് നമ്മുടെ ശബ്ദം ഉയരേണ്ടത്. ഇപ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് പ്രതികരിക്കേണ്ടത്, ചോദ്യം ചോദിക്കേണ്ടത്. എല്ലാ കാര്യത്തിലും എതിർപ്പ് പറയുക, എന്ത് തുടങ്ങിക്കഴിഞ്ഞാലും കുറ്റം പറയുക, മുടക്കുക എന്നുള്ളതല്ല. ലോജിക്കലി നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളെ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞിട്ട് അതിനെ വിലയിരുത്തണം. എങ്കിൽ മാത്രമേ പേടി ഉണ്ടെങ്കിൽ മാത്രമേ മര്യാദയ്ക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇപ്പോഴാണ് ഇടതുപക്ഷം കേരളത്തിൽ ശക്തി പ്രാപിക്കേണ്ടത്, ഇന്ത്യയിലും ശക്തി പ്രാപിക്കേണ്ടത്. ഇനി ഒരു വർഗീയ, ജാതി മത അഴിമതി സർക്കാരുകൾക്ക് നമുക്കിവിടെ ഒരു ഇടം കൊടുക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യണം, പോരാടണം. ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു വർക്ക് ഫോർ ദ നേഷൻ.